Hi students, I am Prashant B. Chandran, Assistant Professor, Automobile Engineering Department, SNIT, Adoor. ഇപ്പോൾ നമ്മൾ EDLDയിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ജേണൽ ബെയറിങ്സിലുള്ള പ്രോബ്ലമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ജേണൽ ബെയറിങ്സിൻ്റെ ഡിസൈൻ ഓഫ് ജേണൽ ബെയറിങ്സ് അത് പ്രോബ്ലം നമ്പർ 1 ആണ്. പ്രോബ്ലം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഡിസൈൻ എ ജേണൽ ബെയറിംഗ് ഫോർ എ ജനറേറ്റർ ഫോർ ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഇത് ഒരു ജനറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജനറേറ്റർ എന്നുള്ള വേർഡ് നിങ്ങൾ വെറുതെ കളയരുത്. ഈ ജനറേറ്റർ എന്നുള്ള വേർഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. LBD റേഷ്യോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ ജനറേറ്റർ എന്നുള്ള വേർഡ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോഡ് ഓൺ ദി ജേണൽ എന്ന് പറഞ്ഞാൽ 1200 കിലോഗ്രാം ഫോഴ്സ് ആണ് അതിൻ്റെ ലോഡ്, അതിലുള്ള ലോഡ്. പിന്നെ ഡയമീറ്റർ ഓഫ് ദി ജേണൽ എന്ന് പറഞ്ഞാൽ 75 mm. സ്പീഡ് ഓഫ് ദി ജേണൽ 1400 RPM എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ലോഡ് തന്നിരിക്കുന്നത്, ലോഡ് എന്ന് പറയുന്നത് 1200 കിലോഗ്രാം ഫോഴ്സിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്തു തുടങ്ങാം. ലോഡ് ഈസ് ഈക്വൽ ടു 1200 കിലോഗ്രാം ഫോഴ്സ്. അപ്പോൾ ഈ കിലോഗ്രാം ഫോഴ്സിന് നമ്മൾ ആക്ച്വലി ന്യൂട്ടനായിട്ട് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ 1200 ഇൻറ്റു 9.81 ചെയ്യുക. അപ്പോൾ നമുക്ക് ലോഡ് W ഈസ് ഈക്വൽ ടു 11772 അങ്ങനെ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. അതിന് 9.8 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടനിലേക്ക് കിട്ടും. അപ്പോൾ ലോഡ് നമുക്ക് ന്യൂട്ടൺ നമുക്ക് ആൻസർ കിട്ടി. ഇനിയാണ് നമ്മൾ ആക്ച്വലി ഈ സ്റ്റെപ്സ് ഓരോന്നായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബെയറിംഗ് ലെങ്ത്. സ്റ്റെപ്പ് 1 ബെയറിംഗ് ലെങ്ത്. ബെയറിംഗ് ലെങ്ത് കണ്ടുപിടിക്കുക. അതായത് ബെയറിംഗിൻ്റെ ഡയമീറ്റർ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഡേറ്റ ബുക്ക് പേജ് നമ്പർ 366 എടുത്തു കഴിഞ്ഞാൽ അതിൽ ടേബിൾ 15.7 എന്ന് പറഞ്ഞൊരു ടേബിളുണ്ട്. ഈ ടേബിളിൽ ഇതൊരു സ്റ്റേഷനറി ജനറേറ്ററാണ്. അതായത് അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോർ സ്റ്റേഷനറി, അതായത് അല്ലെങ്കിൽ ഒരു ജനറേറ്റർ. ആ ടേബിളിൽ നമ്മൾ ആ ജനറേറ്ററിൻ്റെ ഇതിൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന എന്ന് പറയുന്നത് LBD ഈസ് ഈക്വൽ ടു 1 to 2, 1 തൊട്ട് 2 വരെയാണ് നമുക്ക് ടേക്ക്. LBD ഈസ് ഈക്വൽ ടു 2 ആയിട്ട് നമ്മൾ 1.5 ആയിട്ട് കൺസിഡർ ചെയ്യാം. 1.5 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, 1.5 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഡയമീറ്റർ D ഈസ് ഈക്വൽ ടു 75 mm എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ വാല്യൂ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് L ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 75, അതായത് 1.5 ഇൻറ്റു 75 ചെയ്യുമ്പോൾ നമുക്ക് 112.5 mm എന്ന് കിട്ടും. അപ്പോൾ L ലെങ്ത് ഓഫ് ദ ബെയറിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. L ഈസ് ഈക്വൽ ടു 112.5 mm. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുക. ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അതായത് നമ്മുടെ ഫ്രം ഡേറ്റ ബുക്ക് പേജ് നമ്പർ 355 ഇക്വേഷൻ നമ്പർ 15.6C ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. P ഈസ് ഈക്വൽ ടു W ഡിവൈഡഡ് ബൈ 2RL. W എന്ന് പറഞ്ഞ ലോഡ്, R എന്ന് പറഞ്ഞാൽ റേഡിയസ്, L എന്ന് പറഞ്ഞ ലെങ്ത്. നമുക്കറിയാം R ഈസ് ഈക്വൽ ടു D/2 ആണെന്ന് നമുക്കറിയാം. നമുക്കങ്ങനെ എഴുതാം. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ എഴുതാം which is equal to W divided by 2 into D/2 into ലെങ്ത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയിട്ട് which is equal to W divided by D into ലെങ്ത് എന്ന് വരും. which is equal to Wൻ്റെ വാല്യൂ നമുക്ക് ആൾറെഡി അറിയാം, 11772 ഡിവൈഡഡ് ബൈ ഡയമീറ്റർ നമുക്ക് 75 തന്നിട്ടുണ്ട്. ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 112.5. അപ്പോൾ നമുക്ക് P ഈസ് ഈക്വൽ ടു P എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെയറിംഗ് പ്രഷർ നമുക്ക് 1.3952 അത്രയും ന്യൂട്ടൺ പെർ
mm² കിട്ടും. ഇതാണ് ബെയറിംഗ് പ്രഷർ. ഈ ബെയറിംഗ് പ്രഷർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ബെയറിംഗ് പ്രഷർ നമ്മുടെ ഡിസൈൻ സേഫ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് നോക്കുക. ഫ്രം അവർ ഡേറ്റ ബുക്ക് പേജ് 366 ടേബിൾ 15.7 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് ഫോർ ജനറേറ്റർ അലവബിൾ മാക്സിമം ബെയറിംഗ് പ്രഷർ എന്ന് പറയുന്നത് ബെയറിംഗ് പ്രഷർ ഈസ് അതിനകത്ത് തന്നിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 0.7 to 1.4 ആണ്. അപ്പോൾ ഈ 1.4-നകത്തല്ലേ 1.39. അപ്പോൾ നമുക്ക് therefore ഡിസൈൻ ഈസ് സേഫ്. അതായത് നമുക്ക് കിട്ടിയ പ്രഷർ എന്ന് പറഞ്ഞാൽ സേഫ് ആണ്. അപ്പോൾ ഇത് ഓക്കെ ചെയ്ത് നമുക്ക് എടുക്കാം എന്നർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് 0.7 to 1.4 വരണം ബെയറിംഗ് പ്രഷർ, മാക്സിമം ബെയറിംഗ് പ്രഷർ. നമുക്ക് 1.39 കിട്ടി. അപ്പോൾ നമ്മൾ ബെയറിംഗ് പ്രഷർ ഈസ് ഇൻ സേഫ് റേഞ്ച് ആണ് നമ്മൾ മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ വിസ്കസിറ്റി ഓഫ് ഓയിലാണ് കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ ഫ്രം ഡേറ്റ ബുക്ക് പേജ് നമ്പർ 366 ടേബിൾ 15.7 എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. Zn/P നമുക്കറിയാം. ഈ പറഞ്ഞ എന്താണ് ജനറേറ്ററിൻ്റെ കേസിൽ നമുക്ക് Zn/P അതിനകത്ത് ആ ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ജനറേറ്ററിൻ്റെ കേസിൽ Zn/P = 29.01 എന്ന് കിട്ടും. 29.01. അപ്പോൾ ഈ N ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ RPM-ലാണ് വരുന്നത്, നോക്കിക്കൊള്ളുക. ഇനി എവിടെയെങ്കിലും സ്മാൾ n വന്നു കഴിഞ്ഞാൽ അത് RPS, അതായത് റെവല്യൂഷൻ പെർ മിനിറ്റ് ആണ് ക്യാപിറ്റൽ N, റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ് സ്മാൾ n. അത് നോക്കിക്കൊള്ളുക. ഇതിവിടെ ഉള്ളത് Zn/P ക്യാപിറ്റൽ N ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വിസ്കസിറ്റി കണ്ടുപിടിക്കണം. വിസ്കസിറ്റി Z ഇതിനകത്തുനിന്ന് Z കണ്ടുപിടിക്കുക. Z = 29.01 into P divided by N is equal to 29.01 into പ്രഷർ എത്രയായിരുന്നു 1.3952 ഡിവൈഡ് ബൈ N 1400 RPM ആണ്. അപ്പം നമുക്കതിൻ്റെ വിസ്കസിറ്റി ഇൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ചെയ്യുമ്പോൾ 0.0289 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, അതാണ് ഈ കിട്ടുന്ന വിസ്കസിറ്റിയുടെ യൂണിറ്റ്. അത് വിസ്കസിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കസിറ്റിയാണ് നമുക്ക് ഈ കിട്ടുന്നത്. ഡൈനാമിക് വിസ്കസിറ്റി. ഓക്കെ, ഇനി കൈനമാറ്റിക് വിസ്കസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് വേറെയാണ്, മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിൽ വരും. ഓക്കെ, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഓയിലിൻ്റെ വിസ്കസിറ്റി അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. അതിനായിട്ട് അതിൻ്റെ ഡെൻസിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്രം ഡേറ്റ ബുക്ക് പേജ് നമ്പർ 363 ടേബിൾ 15.1 എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഒരുപാട് ഓയിൽസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഓയിൽ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് നമ്പർ G എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ഓയിലുണ്ട്. അതായത് ദാറ്റ് ഈസ് ഓട്ടോമൊബൈൽ ഓയിൽ. അതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് SAE 40. അതായത് മീഡിയം സ്പീഡ് മെഷീനറീസ് ചൂസാണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മീഡിയം സ്പീഡ് മെഷീനറി ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ നമ്പർ G SAE 40 എന്ന് പറയുന്ന ഓയിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഫോർ വിച്ച് അതിനകത്ത് തന്നെ സൈഡിൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെൻസിറ്റി ρ15 is equal to 0.9275. നമ്മൾ ഈ പറഞ്ഞ SAE 40 എന്ന് പറഞ്ഞ ഓയിലിനകത്ത് അതിൻ്റെ ഡെൻസിറ്റി അവർ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് സ്പെസിഫിക് ഗ്രാവിറ്റി, അതിൻ്റെ സൈഡിൽ നമ്പർ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജി ആണ് നമ്മൾ എടുത്തിരുന്നത് ഓയിൽ. ഓക്കെ, ഇനി വർക്കിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. വിസ്കസിറ്റിക്കകത്ത് വരുന്ന ഇത് ഓയിലിൻ്റെ വിസ്കസിറ്റി കണ്ടുപിടിക്കുക. പിന്നെ അടുത്തത് ഓയിലിൻ്റെ എന്താണ് നമ്മുടെ ഈ കണ്ടുപിടിച്ച ഓയിലിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കുക. പിന്നെ വർക്കിംഗ് ടെമ്പറേച്ചർ ഓഫ് ഓയിൽ. അപ്പോൾ ഈ ഓയിലിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാൽ അതിനകത്തൊരു ഗ്രാഫ് ഒരു ഫിഗറുണ്ട്. ആ ഫിഗറിനകത്ത് പക്ഷേ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഡിഗ്രി ഫാരൻഹീറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫാരൻഹീറ്റിൽ നമ്മൾ തന്നിരിക്കുന്ന ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഫാരൻഹീറ്റിലാണ്. അത് നമ്മൾ ഡിഗ്രി ആയിട്ട് മാറ്റുക. അപ്പോൾ അതിന് മുമ്പ് വർക്കിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം ഇസഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയാണ്? ഇസഡ് ഈസ് ഈക്വൽ ടു 0.0289 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിനെ നമ്മൾ സെന്റി സ്റ്റോക്കിലാക്കുക. സെന്റി സ്റ്റോക്കിലാക്കാൻ വേണ്ടി ഇസഡ് ഈസ് ഈക്വൽ ടു 0.0289 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ റോ ചെയ്യുക. അപ്പോൾ അത് സെന്റി പോയ്സ് ആവും. അപ്പോൾ അത് അതിൻ്റെ വാല്യൂ സെന്റി പോയ്സ് അല്ല സെന്റി സ്റ്റോക്കിലാവും. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ഈക്വൽ ടു 0.0289 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ റോ. ഇപ്പം നമ്മൾ എടുത്ത റോ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 0.9275 ചെയ്യുമ്പം ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 31.16 അത്രയും സെന്റി സ്റ്റോക്ക് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ സെന്റി സ്റ്റോക്കിൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇത് ജി, ഇത് എച്ച്, ഇത് എഫ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി നമ്മുടെ സെന്റി സ്റ്റോക്കിലുള്ള ഇസഡിൻ്റെ വാല്യൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് ജി ആണെങ്കിൽ ഇവിടെ എത്ര വാല്യൂ കിട്ടും നോക്കണം. ആ വാല്യൂ ആക്ച്വലി അത് ഫാരൻഹീറ്റിലാണ്. അതിനെ നമ്മൾ കൺവേർട്ട് ടു ഡിഗ്രി സെൻറ്റിഗ്രേഡ് മാറ്റണം. അതാണ് നമ്മൾ അടുത്ത നമ്മുടെ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഫ്രം ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 352 ഫിഗർ 15.3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വർക്കിംഗ് ടെമ്പറേച്ചർ എഫ് ഈസ് ഈക്വൽ ടു നമുക്കൊരു 165 ഡിഗ്രി ആ റേഞ്ചിൽ കിട്ടും. 165 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഫാരൻഹീറ്റിനെ കൺവേർട്ട് ഇട്ടിട്ട് ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ അതെങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആക്കണമെങ്കിൽ ഫാരൻഹീറ്റിൽ കിട്ടിയ വാല്യൂ -32 ഹോൾ ഇൻറ്റു 5 ഡിവൈഡ് ബൈ 9. അപ്പോൾ ഫാരൻഹീറ്റ് കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 165 ആണ്. -32 ഇൻറ്റു 5/9 ചെയ്യുമ്പോൾ നമുക്കൊരു 73 പോയിന്റ് സംതിങ് വരും. അപ്പോൾ നമ്മൾ അസ്യൂം ദ ടെമ്പറേച്ചർ വർക്കിംഗ് ടെമ്പറേച്ചർ നമുക്കൊരു 73 കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി സെൻറ്റിഗ്രേഡ് നൽകാം. ദാറ്റ് ഈസ് വർക്കിംഗ് ടെമ്പറേച്ചർ is equal to 75 degree centigrade. Okay, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഹീറ്റ് ജനറേറ്റഡ്. ഇതിനകത്ത് ബെയറിംഗിൽ ഉണ്ടാകുന്ന ഹീറ്റ് കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ഫ്രം ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 360 ഇക്വേഷൻ 15.11a എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ അതിനകത്ത് കൊടുത്തിരിക്കും. ഹീറ്റ് ജനറേറ്റഡ് HG ഈസ് ഈക്വൽ ടു FWV. വി എന്ന് പറഞ്ഞാൽ സ്മാൾ വി ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്? എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ നേരത്തെ ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. W എന്ന് പറഞ്ഞാൽ ലോഡ്,
വി എന്ന് പറയുന്നത് എന്തുവാണ്? വി എന്ന് പറയുന്നത് അതിൻ്റെ റബ്ബിംഗ് വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ ഹിയർ നമുക്കറിയാം ഡബ്ല്യു എത്രയാണ്? 1200 കിലോഗ്രാം ഫോഴ്സാണ് തന്നിട്ടുണ്ട്. ഓക്കെ, സ്പീഡ് എൻ നമുക്കറിയാം, എൻ ഈസ് ഈക്വൽ ടു 1400 RPM. അതെന്ന് പറയുമ്പം 1400/60 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 23.33 RPS റെവല്യൂഷൻ പെർ സെക്കൻഡിൽ വരും. ഇനി വേറൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദാറ്റ് ഈസ് ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 353 ഇക്വേഷൻ 15.4b എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇക്വേഷൻ കണ്ടിട്ടുണ്ട്. ഫ്രാക്ഷൻ ഫാക്ടർ എഫ് ഈസ് ഈക്വൽ ടു ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് എന്ന് പറയുന്ന KA ഇൻറ്റു ZN/P ഇൻറ്റു R/C ഇൻറ്റു 10⁻⁻10 പ്ലസ് ഡെൽറ്റ എഫ്. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ അതിനകത്ത് തന്നെ അതിൻ്റെ താഴത്തെ ഇക്വേഷൻ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. വേർ KA ഈസ് ഈക്വൽ ടു അതിനകത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 0.195 into 10⁻6 for a full bearing. അപ്പം നമ്മൾ assume it is to be a full bearing എന്നായിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ കെയുടെ വാല്യൂ എത്രയാണത്? ദാറ്റ് ഈസ് അതിൽ വേർ ബീറ്റ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡെൽറ്റ എഫിൻ്റെ അതിൽ തന്നെ ഡെൽറ്റ എഫിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട് നമുക്കറിയാം. അതിൽ തന്നിരിക്കുന്ന കാര്യമാണ് 0.002 for bearing having L/D is equal to 0.75 to 2.8. അതായത് L/D റേഷ്യോ 0.75 to 2.8 ആണെങ്കിൽ ഡെൽറ്റ എഫ് 0.008 ആണെന്ന് അതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ZN/P ആദ്യത്തെ ZN/P എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N ആയിരുന്നു. അത് RPM-ലുള്ളതാണ്. ഇപ്പോഴത്തെ ZN-ലുള്ള N എന്ന സ്മോൾ n ആണ്. അത് RPS-ലാണ്. അതായത് ഈ ക്യാപിറ്റൽ N /60 ചെയ്യുമ്പോൾ RPS-ൽ കിട്ടും. ഓക്കെ, അത് ഓർത്തോളുക. ZN എന്ന് പറയുന്നത് ഇവിടെ ഈ ZN ഈസ് സ്മോൾ n ആണ്. സ്മോൾ n എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്. ഇപ്പോൾ റെവല്യൂഷൻ പെർ മിനിറ്റ് ക്യാപിറ്റൽ N /60 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ എഫിൻ്റെ ഇക്വേഷനിൽ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഈസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.195 ഇൻറ്റു 10⁻6 ആണ് ഇൻറ്റു ZN/P ഇൻറ്റു R/C പകരം നമുക്ക് അതിനകത്ത് നോക്കി അതായത് പേജ് നമ്പർ 366 എന്ന് നമുക്ക് കിട്ടും. R/C എന്ന് പറഞ്ഞാൽ 1/0.0013 എന്ന് പറഞ്ഞ വാല്യൂ ഇൻറ്റു 10⁻10 ആണ്. 10⁻10 ഇക്വേഷൻ തന്നെ ഉള്ളതാണ്. ഇനി പ്ലസ് ഡെൽറ്റ എഫിൻ്റെ വാല്യൂ 0.002. അപ്പോൾ ZN/Pയുടെ വാല്യൂ നമുക്ക് പേജ് നമ്പർ 360 എന്ന് കിട്ടും. ഈ വാല്യൂ നമുക്ക് പേജ് നമ്പർ 366 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ആ ZN/Pനെ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ZN/P എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റൽ N/P ഈസ് ഈക്വൽ ടു എത്രയാണ്? 29.01 ആണ്. therefore Z small n/P is equal to 29.01 / 60 ചെയ്യുമ്പോൾ നമുക്ക് അല്ല ആ വാല്യൂ അതേ കണക്ക് തന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ F is equal to 0.195 into 10⁻6 into 29.01 / 60 into 1 divided by 0.013 into 10⁻10 plus 0.002. അപ്പോൾ ഫ്രിക്ഷൻ ഫാക്ടർ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് F is equal to 9.2525
ഇൻറ്റു 10⁻³ എന്ന് പറയും. അത് യൂണിറ്റ് ഇല്ല, അത് കാരണം അത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ്, ഒരു ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന സംഭവമാണ്, അതിനകത്ത് യൂണിറ്റ് ഇല്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഹീറ്റ് ജനറേറ്റഡ് ആണ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഹീറ്റ് ജനറേറ്റഡ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ജനറേറ്റഡ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഫ്രം ഡേറ്റ ബുക്ക് പേജ് നമ്പർ 356, ഫ്രം ഡേറ്റ ബുക്ക് പേജ് നമ്പർ 356, ഇക്വേഷൻ നമ്പർ 15.6J എടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് ജനറേറ്റഡ് Hg ഈസ് ഈക്വൽ ടു FW സ്മാൾ വി, വേർ സ്മാൾ വി എന്ന് പറയുന്നത് റബ്ബിംഗ് വെലോസിറ്റി എന്നാണ് അതിന് പറയുന്നത്. റബ്ബിംഗ് വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്മാൾ വി എങ്ങനെ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ അവിടെ തന്നെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഡി സ്മാൾ n ബൈ 1000, വിച്ച് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡയമീറ്റർ 75 ആണ്, ഇൻറ്റു സ്മാൾ n എന്ന് പറഞ്ഞാൽ 1400 RPM ഡിവൈഡ് ബൈ 60. അപ്പോൾ RPS കിട്ടുന്ന വാല്യൂ അതായത് 23.33 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ നമുക്ക് സ്മാൾ വി ഈസ് ഈക്വൽ ടു 5.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് Hgയുടെ വാല്യൂസ്, Hgയുടെ ഇക്വേഷനിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. 9.2525 ഇൻറ്റു 10⁻³ ആണ് Hgയുടെ വാല്യൂ, സോറി എഫിൻ്റെ വാല്യൂ. ഇനി ഡബ്ല്യുവിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ 11, എഫിൻ്റെ വാല്യൂ കൊടുത്ത് ഡബ്ല്യുയുടെ വാല്യൂ 11772 എന്ന് പറഞ്ഞ വാല്യൂ ഇൻറ്റു വിയുടെ വാല്യൂ കൊടുക്കാൻ പോകുന്നു 5.5. അപ്പോൾ Hgയുടെ വാല്യൂ നമുക്ക് കിട്ടും 598.8127 ജൂൾ പെർ സെക്കൻഡ്. ജൂൾ പെർ സെക്കൻഡ് നമുക്ക് എഴുതാം, വാട്ട്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഹീറ്റ് ജനറേറ്റഡ് നമുക്ക് കിട്ടി, വാല്യൂ കിട്ടി. ഇനി അടുത്ത് ഹീറ്റ് ഡിസിപ്പേറ്റഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഹീറ്റ് ജനറേറ്റഡ് കഴിഞ്ഞിട്ട് ഹീറ്റ് ഡിസിപ്പേറ്റഡ്. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹീറ്റ് ഡെസിപ്പേറ്റഡ്. ഹീറ്റ് ഡെസിപ്പേറ്റഡ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 360ൽ ഫ്രം ഡേറ്റാ ബുക്ക് പേജ് നമ്പർ 360 ഇക്വേഷൻ നമ്പർ 15.11C അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഹീറ്റ് ഡെസിപ്പേറ്റഡ് HD ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ KP ഇൻറ്റു AP എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. ഓക്കെ, അതിൽ നിന്ന് KP ഇൻറ്റു LD. ഇപ്പോൾ APക്ക് വേറെ നമുക്ക് എന്താ പറയുക, AP ഈസ് ഈക്വൽ ടു LD ഇൻറ്റു 10⁻⁶. അപ്പോൾ നമുക്ക് എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു KP ഇൻറ്റു LD ഇൻറ്റു 10⁻⁶ എന്ന് നമുക്ക് എഴുതാം. ഇനി വേർ ഈ ഇക്വേഷനിൽ ക്യാപിറ്റൽ KP എന്താണെന്ന് എഴുതാൻ പോകണം. ക്യാപിറ്റൽ KP ഈസ് ഈക്വൽ ടു TB മൈനസ് TA പ്ലസ് 18 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്മാൾ kp. ഓക്കെ, വേർ ഇതിൽ ഈ സ്മാൾ KP എന്താണെന്നാണ് എടുത്തത് നമ്മൾ. സ്മാൾ KP ഈസ് ഈക്വൽ ടു അതിനകത്ത് തന്നിട്ടുണ്ട് വാല്യൂ 0.484 SM സ്ക്വയർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് പെർ ജൂൾ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ യൂണിറ്റ്. അപ്പം ഇതിനകത്ത് നമ്മൾ TB മൈനസ് TA കണ്ടുപിടിക്കുക. TB മൈനസ് TA ഈസ് ഈക്വൽ ടു അതിനകത്ത് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. TB മൈനസ് TA ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു T0 മൈനസ് TA എന്ന് പറയുന്ന ഇക്വേഷൻ അതിനെ കൊടുത്തു. T0 മൈനസ് TA വേർ T0 ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് T0 അല്ല TO, വേർ TO ഈസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. നമ്മൾ കണ്ടുപിടിച്ചത് 75 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെന്ന് നമ്മൾ നേരത്തെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി ടി എ എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ ഓർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ടി എ ഈസ് ഈക്വൽ ടു സറൗണ്ടിങ് ടെമ്പറേച്ചർ ഓർ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. അത് 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് നമ്മൾ എടുക്കുക. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ടി ബി മൈനസ് ടിയുടെ വാല്യൂ ആണ് അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് ടി ഒയുടെയും ടി എയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടി ബി മൈനസ് ടി എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 75 മൈനസ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ 25. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയും ടി ബി മൈനസ് ടി എയുടെ വാല്യൂ. ഓക്കെ. ഇതിനെ എടുത്ത് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെ പി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ കെ പി ഈസ് ഈക്വൽ ടു ആക്ച്വലി ടി ബി മൈനസ് ടി എ പ്ലസ് 18 ഹോൾ സ്ക്വയർ ഇവിടെ സ്മാൾ കെ പി ആണ്. അപ്പോൾ ടി ബി മൈനസ് ടി എയുടെ വാല്യൂ നമുക്ക് 25 കിട്ടി പ്ലസ് 18 ഇക്വേഷനിലുള്ളത് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്മാൾ കെ പിയുടെ വാല്യൂ 0.484 ആണ്. അപ്പം നമുക്ക് ക്യാപിറ്റൽ കെ പിയുടെ വാല്യൂ 3820.248 അത്രയും ജൂൾ പെർ സെക്കൻഡ് മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ. ഇനി നമുക്ക് എ പി നമുക്കറിയാം എൽ പി ഇൻറ്റു 10⁻⁻6 നമ്മൾ എഴുതിയായിരുന്നു. എ പി ഈസ് ഈക്വൽ ടു എൽ ഡി ഇൻറ്റു 10⁻⁻6. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എൽ ബൈ ഡി റേഷ്യോ വെച്ച് കണ്ടുപിടിച്ച് 112.5 ഇൻറ്റു 75 ഡയമീറ്റർ ഇൻറ്റു 10⁻⁻6 ഇക്വേഷനിലുള്ളത്. അപ്പോൾ നമുക്ക് എ പി ഈസ് ഈക്വൽ ടു 8.4375 ഇൻറ്റു 10⁻³ മീറ്റർ സ്ക്വയർ എന്ന് വരും. എ പി കിട്ടി. ഇനി നമുക്കറിയാം എച്ച് ഡി ഈ ഡെസിപ്പേറ്റ് എച്ച് ഡി ഈസ് കെ പി ഇൻറ്റു എ പി. അപ്പം heat dissipated is equal to equation എന്തായിരുന്നു? Kp into AP, capital Kp into AP which is equal to 3820.248 into 8.4375 into 10⁻⁻3. അപ്പോൾ HD heat dissipated is equal to നമുക്ക് കിട്ടും ആ വാല്യൂ 32.23 ജൂൾ പെർ സെക്കൻഡ് ഓർ വാട്ട്സ്. ഇതാണ് ഹീറ്റ് ഡെസിപ്പേറ്റ്. ഹീറ്റ് ഡെസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് പുറത്തോട്ട് പോകുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ് ഹീറ്റ് ഡെസിപ്പേറ്റ്. ഓക്കെ. അപ്പോഴും നമ്മൾ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ ബെയറിംഗ് കണ്ടുപിടിച്ച് ഹീറ്റ് ഡെസിപ്പേറ്റഡ് ഫ്രോം ദ ബെയറിംഗ് കണ്ടുപിടിച്ചു. അതായത് ബെയറിംഗിൽ ഉണ്ടാവുന്ന ഹീറ്റ് കണ്ടുപിടിച്ച് ബെയറിംഗിൽ നിന്ന് പുറത്തു പോകുന്ന ഹീറ്റും കണ്ടുപിടിച്ച്. അപ്പോൾ ഇനി ഈ ബെയറിംഗിൽ ആക്ച്വലി നിൽക്കുന്ന ഹീറ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഹീറ്റ് ഇൻ ദ ബെയറിംഗ്. അതായത് ബെയറിംഗിൽ നിൽക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ക്യൂ. അതായത് ഹീറ്റ് ജനറേറ്റഡ് മൈനസ് ഹീറ്റ് ഡെസിപ്പേറ്റഡ്. അപ്പോൾ ഹീറ്റ് ജനറേറ്ററിൻ്റെ വാല്യൂ നമുക്കറിയാം 598.8127 ആണ് അതിലുണ്ടായ ഹീറ്റ് മൈനസ് ഹീറ്റ് ഡെസിപ്പേറ്റ് അതിനകത്ത് പുറത്തുപോയ ഹീറ്റ് 32.23. അപ്പോൾ ഹീറ്റ് ഇൻ ദ ബെയറിംഗ് ക്യൂ നമുക്ക് കിട്ടും 566.58 അത്രയും ജൂൾ പെർ സെക്കൻഡ് ഓർ വാട്ട്സ് എന്ന് കിട്ടും. ഈ ബെയറിങ്ങിനകത്ത് തങ്ങി നിൽക്കുന്ന ഹീറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടായി, കുറേ എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടായി, അതിനകത്ത് കുറച്ച് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോയി. ഇനി ഇത്രയും ഹീറ്റ് ബെയറിങ്ങിനകത്ത് തങ്ങി നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അഡീഷണൽ കൂളിംഗ് സിസ്റ്റം ഷുഡ് ബി ഗിവൺ. ദാറ്റ് ഈസ് ഇവിടെ ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഹീറ്റ് ഡെസിപ്പേറ്റഡ്. അതായത് ഉണ്ടായ ഹീറ്റ് എന്ന് പറയുന്നത് അതിന് പുറത്തുപോയ ഹീറ്റിനെക്കാട്ടി കൂടുതലാണ്. അപ്പം സം എമൗണ്ട് ഓഫ് ഹീറ്റ് അതിനകത്ത് തങ്ങി നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ കണ്ടുപിടിച്ച ഹീറ്റ്. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ an additional bearing cooling system is required. Okay, 3 steps ആണ് ഇതിനകത്തുള്ളത്.
അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കിലോഗ്രാം ഫോഴ്സിൽ തന്നിരിക്കുന്ന ന്യൂട്രലാക്കി മാറ്റുക, 9.2 മൾട്ടിപ്ലൈ ചെയ്തിട്ട്, എന്നിട്ട് ബെയറിംഗ് ലെങ്ത് കണ്ടുപിടിക്കുക, അടുത്ത ബെയറിംഗ് പ്രഷർ കണ്ടുപിടിക്കുക. ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ മാക്സിമം ബെയറിംഗ് പ്രഷറിനകത്താണെങ്കിൽ നമ്മുടെ ഡിസൈൻ സേഫ് ആണ്. അടുത്ത ഓയിലിന്റെ വിസ്കസിറ്റി കണ്ടുപിടിക്കുക, ഓയിലിന്റെ മാക്സിമം വർക്കിംഗ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഇനി അടുത്തത് അതിനെ നമ്മൾ സെന്റി സ്റ്റോക്കിലേക്ക് മാറ്റുക. എന്നിട്ട് ആ ഡയഗ്രാമിനകത്ത് നിന്ന് നമുക്ക് കിട്ടും ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി ഫാരൻഹീറ്റിൽ കിട്ടും. അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ വേണ്ടി ഫാരൻഹീറ്റിന്റെ വാല്യൂ -32 × 5/9 ചെയ്യുക. ഇനി ഹീറ്റ് ജനറേറ്ററിന്റെ ഇക്വേഷൻ കൊടുക്കുക. അപ്പൊ ആ ഹീറ്റ് ജനറേറ്ററിന്റെ ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ എഫ് കണ്ടുപിടിക്കേണ്ടി വരും, സ്മാൾ എഫ്, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ അതിന് എഫിന് വേറെ ഇക്വേഷൻ ഉണ്ട്, KA × Zn/P × R/C × 10⁻⁻10 പ്ലസ് ഡെൽറ്റ എഫ്. അതിൽ Zn/P എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ സ്മാൾ n ആണ്. സ്മാൾ n എന്ന് പറഞ്ഞാൽ RPS, റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ റെവല്യൂഷൻ പെർ മിനിറ്റിന് റെവല്യൂഷൻ പെർ സെക്കൻഡ് ആകാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അതിനകത്തുണ്ട്. അപ്പം നമുക്ക് എഫ് കിട്ടും. ഇനി ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കുക. ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കാൻ സ്മാൾ വി എന്ന് പറഞ്ഞാൽ πdn/1000 ആണ്. അത് n സ്മാൾ ആണ്. RPS ഉള്ള വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇ കണ്ടുപിടിക്കുക. എന്നിട്ട് ഹീറ്റ് ജനറേറ്റർ കണ്ടുപിടിക്കുക. ഹീറ്റ് ഡെസിപ്പേറ്റഡ് കണ്ടുപിടിക്കുക. ഹീറ്റ് ഡെസിപ്പേറ്റഡ് കണ്ടുപിടിക്കാൻ ആദ്യം ക്യാപിറ്റൽ KPയുടെ ഇക്വേഷൻ എഴുതുക. അതിനകത്ത് സ്മാൾ KP അതിനകത്ത് ഉണ്ട്, വാല്യൂ ഉണ്ട്. TB - TA എന്ന് പറഞ്ഞാൽ ½ × TO - TA ആണ്. TO എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ. അതായത് ബെയറിംഗിന്റെ ഓയിലിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ 75 ഡിഗ്രി കണ്ടുപിടിച്ച്, അത് TA എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ് 25 ഡിഗ്രി. അപ്പൊ അത് TB - TAയുടെ വാല്യൂ കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ KPയുടെ വാല്യൂ കിട്ടും. ഇനി AP എന്ന് പറഞ്ഞാൽ LD × 10⁻⁻6, അതായത് ലെങ്ത് × ഡയമീറ്റർ × 10⁻⁻6. അപ്പം LD APയുടെ വാല്യൂ കിട്ടും. അതായത് നമുക്കറിയാം ഹീറ്റ് ഡെസിപ്പേറ്റർ എന്ന് പറഞ്ഞാൽ KP × AP ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹീറ്റ് ഡെസിപ്പേറ്ററിന്റെ വാല്യൂ കിട്ടും. ഇനി ഹീറ്റ് ഇൻ ദ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സം എമൗണ്ട് ഓഫ് ഹീറ്റ് അതിനകത്ത് ഉണ്ടായി, അതിൽ സം സോർട്ട് ഓഫ് ഹീറ്റ് ഈസ് എസ്കേപ്ഡ് അല്ലെങ്കിൽ ഡെസിപ്പേറ്റ് എന്ന് പറയാം. അപ്പം ബാക്കി അതിന് ബെയറിംഗിൽ റിമെയിൻ ചെയ്ത് നിൽക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ജനറേറ്റഡ് മൈനസ് ഹീറ്റ് ഡെസിപ്പേറ്റഡ് ആണ്. അത് കണ്ടുപിടിക്കുമ്പോൾ ആ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ വന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് സം എമൗണ്ട് ഓഫ് ഹീറ്റ് ഈ ബെയറിംഗിനകത്ത് തങ്ങി നിൽക്കുന്നു. അതായത് ഹീറ്റ് ജനറേറ്റഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഹീറ്റ് ഡെസിപ്പേറ്റഡ്. അങ്ങനെയാണെങ്കിൽ an additional cooling system should be given അല്ലെങ്കിൽ ഈസ് റിക്വയർഡ്. ഇത്രയാണ് നമ്മൾ ഈ പറഞ്ഞ ഡിസൈൻ ഓഫ് ജേണൽ ബെയറിംഗിനകത്തുള്ളത്. ഈ പ്രോബ്ലം നല്ലപോലെ പഠിക്കുക. ഇത് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.